നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾ കൂട്ടത്തോടെ ജോലി ഉപേക്ഷിക്കുന്നു. കുവൈത്തിലെ തൊഴിൽ മേഖലയുടെ നെടുംതൂണായ പ്രവാസികൾ രാജ്യം വിടുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ജോലി മതിയാക്കി മിക്കവരും മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയോ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങിയവരോ ആണ്. ജനസംഖ്യാ ഘടനയിൽ മാറ്റം വരുത്താനും രാജ്യത്ത് സ്വദേശിവൽക്കരണ പദ്ധതി നടപ്പാക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ തൊഴിൽ വിപണി കഴിഞ്ഞ വർഷത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു. ഈ കാരണത്താൽ 2,57,000 പ്രവാസികൾ സ്ഥിരമായി കുവൈറ്റ് വിട്ടുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇവിടെ നിന്ന് മടങ്ങിയവരിൽ 2,05,000 പേർ സ്വകാര്യ മേഖലയിൽ നിന്നും 7,000 പേർ സർക്കാർ മേഖലയിൽ നിന്നുമാണ് പോയിരിക്കുന്നത്. സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റിയും ലേബർ മാർക്കറ്റ് സിസ്റ്റവും നൽകിയ സമീപകാല സർക്കാർ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് സ്വകാര്യ മേഖലയാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ വിടുന്നത്. 2001 41,200 ഗാർഹിക തൊഴിലാളികൾ രാജ്യം വിട്ടു. പ്രവാസി തൊഴിൽ വിപണിയിലെ ഇടിവിന്റെ നിരക്കിൽ നിന്ന് വ്യത്യസ്തമായി തൊഴിൽ വിപണിയിലെ കുവൈത്തികളുടെ എണ്ണം 2021 മൊത്തം 23,000 കുവൈത്തികളായി വർദ്ധിച്ചു. അവരിൽ ഭൂരിഭാഗവും സർക്കാർ മേഖലയിലാണ്. റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്ത് തൊഴിൽ വിപണിയിൽ 2.7 ദശലക്ഷം ആളുകളുണ്ട്. അവയിൽ 16.2% കുവൈറ്റികളാണ്. അതേസമയം പ്രവാസി തൊഴിലാളികളിൽ വലിയൊരു വിഭാഗവും ഗാർഹിക തൊഴിലാളികളായി ജോലി ചെയ്യുന്നുണ്ട്. പ്രവാസികളെ വീണ്ടെടുക്കുന്നതിനായി കുവൈത്തിലേക്ക് വൻതോതിലുള്ള റിക്രൂട്ട്മെന്റ് വർദ്ധിച്ചതോടെ ആഭ്യന്തര തൊഴിൽ വിപണിയും വരും കാലയളവിൽ വീണ്ടെടുക്കുമെന്നാണ് പ്രതീക്ഷ. കുവൈത്തിലേക്ക് ഉയർന്ന തോതിൽ തൊഴിലാളികൾ അയക്കുന്നത് ചില കുറവുകൾ നികത്താൻ സഹായിച്ചതായും സൂചനയുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഹോം നഴ്സിംഗ് മേഖലയിൽ പ്രായമായവരെയും കുട്ടികളെയും പരിചരിക്കുന്നതിന് കൂടുതൽ വിദഗ്ധ തൊഴിലാളികളെ ആവശ്യമുണ്ട്. കൂടാതെ ശുചീകരണ തൊഴിലാളികൾ, സെക്യൂരിറ്റി ഗാർഡുകൾ എന്നിവർക്ക് പ്രത്യേക പരിഗണനയുമുണ്ട്. കോവിഡ് പ്രതിസന്ധിയുടെ വെളിച്ചത്തിൽ ഗാർഡിംഗ്, സെക്യൂരിറ്റി, ക്ലീനിംഗ് സേവനങ്ങൾ, ഗതാഗതം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ കുറവുണ്ടെന്ന് വ്യക്തമാണ്. ഈ കമ്പനികൾ പ്രത്യേകിച്ച് ഗവൺമെന്റ് കരാറുള്ളവർ ജോലി വാഗ്ദാനം നൽകി തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. പ്രത്യേകിച്ച് പാർപ്പിടം, ഭക്ഷണം, ജോലി സ്ഥലത്തേക്കുള്ള ഗതാഗതം എന്നിവ ഓഫർ ചെയ്യുന്നുണ്ട്. അതേസമയം 2021 കുവൈറ്റിൽ നിന്ന് 18,221 വിദേശികളെയാണ് നാടുകടത്തിയത്. 11,177 പുരുഷന്മാരെയും 7,044 സ്ത്രീകളെയുമാണ് നാടുകടത്തിയിരിക്കുന്നത്. വിവിധ നിയമലംഘനങ്ങളുടെ പേരിലാണ് 2021 മാത്രം രാജ്യത്ത് ഇത്രയധികം വിദേശികളെ നാടുകടത്തിയതായി ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കിയത്. നിയമലംഘകർക്കെതിരായ നിയമ നടപടികൾ വേഗത്തിലാക്കാനുള്ള അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാടുകടത്തലെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ അറിയിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.